രത്നയുടെയും പയ്യന്റെയും ജാതകങ്ങൾ പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ ചേർച്ചക്കുറവൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു വിഘ്നം കാണുന്നുണ്ട്. പിന്നെന്താ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതിരുന്നേ? അത് മീനു, അത് കുറച്ച് തിരക്കായി പോയത് കൊണ്ടല്ലേ. തിരക്കാണെങ്കിൽ ഫോൺ എടുത്താ അത് പറയണം. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ഇപ്പൊ പോ, ചെല്ല്. ഇവിടെ എല്ലാരും ഉണ്ട്. ആഹാ, എല്ലാവരും ഉണ്ടോ? എന്റെ ഭാവി അമ്മായി അച്ഛനെയും അമ്മായി അമ്മയും നാത്തൂനൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. എന്റെ പൊന്നു മീനാക്ഷി, നീ ഒന്നും മിണ്ടായിരിക്കും. നീ ഇപ്പൊ പോവാൻ നോക്കിക്കേ. നീ കരുതുന്ന പോലൊന്നും അല്ല. അച്ഛനെങ്ങാണോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ആകെ പ്രശ്നമാവും. ആരടാ ഇവള്? എന്റെ അമ്മയെ വന്നോ? എല്ലാത്തിനും ഒരു തീരുമാനമായി. ഏതാടാ പെൺകുട്ടി? പിന്നെ സെയിൽസ് ഗേൾ ആണ് അല്ലേ? സെയിൽസ് ഗേളോ? എന്തിന്റെ സെയിൽസ്? പിന്നെ മറ്റേ വീട്ടിലേക്ക് വേണ്ട തേയില, പഞ്ചസാര, അങ്ങനെ വേണ്ട സകലമാന സാധനങ്ങളും ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കുന്ന ആളാ. എന്ത്? തേയിലയും പഞ്ചസാരയും ഇൻസ്റ്റാൾമെന്റിലോ? എന്താ കൊച്ചിന്റെ പ്രൊഡക്റ്റ്? ഈ അടുക്കളയിലെ സാധനങ്ങളൊക്കെ. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഈ കൊച്ചു പറയട്ടെ. വീട്ടു സാധനങ്ങളാ. എന്നിട്ട് സാധനങ്ങളൊക്കെ എവിടെ? തീർന്നു. ഇന്നത്തോടെ എല്ലാം തീർന്നു. ആദ്യം വീട്ടിൽ വന്ന് ഓർഡർ എടുക്കും, പിന്നീട് കൊണ്ടുവരും. ഓ, ഞാൻ പറഞ്ഞാ ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. പൊക്കോ 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 പൊക്കോ. നീ ഒന്ന് നിന്നെ വെച്ചേ. ലീലേ, ലീലേ. ദാ വരുന്നു ശശിയേട്ടാ. എന്താ ശശിയേട്ടാ? അതെ, ഈ കൊച്ചി വീട്ടു സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നതാ. അടുക്കള ആവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അവര് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അടുക്കളയിലെല്ലാം ഉണ്ട് അല്ലേ അമ്മേ? നീ മിണ്ടാരിയടാ. തൽക്കാലം ഒന്നും വേണ്ട മോളെ. ഞാൻ പറഞ്ഞില്ലേ, പൊക്കോ പൊക്കോ പൊക്കോ. എന്നാ ശരി, ഞാനിടയ്ക്ക് വരാം. അതെ ശശിയേട്ടാ. ഓ, ഏട്ടനെന്താ വല്ലാതിരിക്കുന്നേ? ചൂടേ, ഭയങ്കര ചൂട്. അതിനിപ്പോ മഴയല്ലേ? സത്യം പറ, ഇപ്പൊ വന്നത് സെയിൽസ് ഗേൾ തന്നെയാണോ അതോ ഏട്ടന്റെ വല്ല ചുറ്റിക്കളിയാണോ? ചുറ്റിക്കളിയോ? ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. അല്ല, കണ്ടിട്ട് സെയിൽസ് ഗേൾ ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതിപ്പോ നിന്നെ കണ്ട എന്റെ പെങ്ങളായിട്ട് തോന്നുവോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത പറയാതെ കേറി പോടിയകത്ത്. എടി കേറി പോവാൻ. അയ്യോ മീനു, മീനു ഒന്ന് പതുക്കെ പോ. നീനു, നീനു ഒന്ന് നിക്ക്. എടി മീനു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ അന്വേഷിച്ച് അങ്ങോട്ടൊന്നും വരല്ലെന്ന്? നീ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ എന്ത് പണി കാണിച്ചെന്നാ? പണി ഞാൻ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. നിന്നോട് എത്ര കാലമായി ഞാൻ പറയുന്നു, നിന്റെ വീട്ടുകാരെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ. എന്നിട്ട് നീ അത് കേട്ടോ? അതിന് ആദ്യം ഞാനൊന്ന് സെറ്റിലാവട്ടെ. അതിനു മുമ്പ് ഞാനിത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാ അറിയാലോ, അച്ഛൻ എന്നെ ഓടിച്ചിട്ടടിയും. ഒന്നുകിൽ നീ നിന്റെ ആഗ്രഹം പോലെ ജിമ്മ് തുടങ്ങ്, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ പട്ടാളത്തിൽ പോകാൻ നോക്ക്. എന്തിനെങ്കിലും ഒന്ന് ശ്രമിക്കു നീ. അതിനെല്ലാം മുന്നേ
നിന്റെ ഈ അച്ഛനെ പേടി ഒന്ന് അല്പം കുറയ്ക്കേ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. അന്ന് എന്റെ കയ്യിലൊരു ബാഗും ഉണ്ടാവും. പിന്നെ ഞാൻ തിരിച്ചു പോവില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. രത്നയുടെയും പയ്യന്റെയും ജാതകങ്ങൾ പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ ചേർച്ചക്കുറവൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു വിഘ്നം കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ജാതകങ്ങളുടെ വിധിപ്രകാരം വിവാഹം ഉടനെ നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഘ്നമുണ്ടെന്ന്. കബഡിയിൽ തെളിഞ്ഞ വിഘ്നദശ വർണ്ണിക്കണമെങ്കിൽ ബാക്കി സഹോദരിമാരുടെ ജാതകം കൂടി നോക്കണം. ഇളയതങ്ങളുടെ ജാതകങ്ങൾ കൊണ്ടുവരൂ. റാണി ഓ മോളെ അല്ല, ചേർച്ചക്കുറവില്ലാന്ന് ജോത്സ്യർ പറഞ്ഞപ്പോ തന്നെ പകുതി ആശ്വാസമായി. അത് രത്നയുടെ കല്യാണം ഇങ്ങനെ നീണ്ടുപോരുന്ന എന്റെ പ്രാർത്ഥന.